ലോക ക്രിക്കറ്റിന്റെ ആസ്ഥാനമായി ദുബായ് മാറിയിട്ട് ഇന്ന് 20 വർഷം പൂർത്തിയായി. ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് മത്സരങ്ങളുടെ എല്ലാം വേദിയാകാൻ ഇക്കാലയളവിൽ ദുബായിക്ക് കഴിഞ്ഞു. ഏഷ്യ കപ്പിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ദുബായ്. 2005 ഓഗസ്റ്റ് 1 ICC ആസ്ഥാനം ലണ്ടനിൽ നിന്നും ദുബായിലേക്ക് മാറ്റിയ ദിവസം. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപമാണ് ലോക ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്ന ICC ആസ്ഥാനം. 12 പൂർണ്ണ അംഗങ്ങളടക്കം 105 അംഗരാജ്യങ്ങൾ ഇന്ന് ICCയുടെ ഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള കായിക മത്സരങ്ങളിൽ ഒന്ന് നിയന്ത്രിക്കുന്നത് ദുബായിലെ ഈ ആസ്ഥാനത്ത് നിന്നുമാണ്. ICC ആസ്ഥാനം ദുബായിലേക്ക് മാറ്റിയതോടെ 2020 ലോകകപ്പും വനിതാ ലോകകപ്പും അടക്കം ഏറ്റവും പ്രധാനപ്പെട്ട മത്സരങ്ങൾക്കെല്ലാം ദുബായ് വേദിയായി. ന്യൂട്രൽ വേദി എന്ന പരിഗണനയാണ് ദുബായിക്ക് ഏറ്റവും വലിയ നേട്ടമാകുന്നത്. 20 വർഷം മുമ്പുള്ള ഒരു വിഷനാണിത്. അതായത് ഒരു സർട്ടൺ പീരീഡ് കഴിയുമ്പോൾ, അതായത് ക്രിക്കറ്റ്, അത് വേൾഡ് ക്രിക്കറ്റ് മൊത്തം UAE അട്രാക്റ്റ് ആവുന്ന ഒരു രീതിയിൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്ത് പോയിരിക്കുന്ന ഒരു കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റും. കാരണം എല്ലാ മേജർ ടൂർണമെൻറ്റ്സും ഇവിടെ വന്നു കഴിഞ്ഞപ്പം, അതായത് ഇനി വരാനുള്ളത് ODI വേൾഡ് കപ്പും പിന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും മാത്രമേ ഉള്ളൂ UAE വരാത്തൊരു മേജർ ക്രിക്കറ്റ് ടൂർണമെന്റ്. ICCയുടെ അമരത്ത് പലതവണ ഇന്ത്യക്കാർ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബർ 1 മുതൽ ജയ്ഷയാണ് ICCയുടെ അധ്യക്ഷൻ. ഏകദിന ടെസ്റ്റ് ലോകകപ്പുകൾക്കു കൂടി വേദിയായാൽ എല്ലാ മത്സരങ്ങളും നടക്കുന്ന ഇടമായി ദുബായ് മാറും. ഏഷ്യ കപ്പിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. 20 ആണ്ടിന്റെ പക്വതയും യുവത്വവുമായാണ് ദുബായ് ഏഷ്യ കപ്പിനെ വരവേൽക്കുന്നത്. ഇന്ത്യൻ ടീമിന്റെ സെക്കൻഡ് ഹോം ഗ്രൗണ്ടാണ് ദുബായ്. അതുകൊണ്ട് തന്നെ വലിയ ആവേശത്തിൽ മലയാളികൾ അടക്കമുള്ള ആരാധകർ കാത്തിരിക്കുകയാണ്. ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.